മഹാവിഷ്ണു ക്ഷേത്ര തിരുസന്നിധിയിൽ ചിന്മുദ്ര നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന ഇപ്പൊ എല്ലായിടത്തും ഉത്സവക്കാലല്ലേ. ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങി. ഞാനങ്ങനെ സ്ഥിരം അമ്പലത്തിൽ പോകുന്ന ആളൊന്നും അല്ല, എന്നാലും അമ്പലവും ഉത്സവമൊക്കെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാനതൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. വീട്ടിലെല്ലാവരുമായിട്ട് അമ്പലത്തിൽ പോയത് ഇന്ന് വേറൊരു കാര്യമുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് നാളായി കൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞാഗ്രഹത്തിൻ്റെ തുടക്കമാണിന്ന്. മറ്റൊന്നുമല്ല, ഞാനിന്ന് അമ്പലത്തിൽ ആദ്യമായിട്ട് ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് കളിക്കാൻ പോവാണ്. എന്നെപ്പോലെ തന്നെ ഞങ്ങളുടെ മാളു ചേച്ചി ഉണ്ട് കൂടെ. മനസ്സിൽ നല്ല പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായതുകൊണ്ട് കൃഷ്ണനോട് കൂടെ നിൽക്കാൻ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ദീപാരാധന കഴിഞ്ഞ ഉടനെ ഡാൻസൊക്കെ തുടങ്ങി. ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ആൾക്കാർ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ടെൻഷൻ ഭയങ്കര കൂടുതലായിരുന്നു. ആദ്യം തന്നെ വൈഗയുടെ ഡാൻസ് ആയിരുന്നു. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടാണ് കേട്ടോ അവൾ കളിക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു. ഈ കുഞ്ഞു ചേച്ചിമാരുടെ ഡാൻസ് കണ്ടിട്ടാവാം ആദ്യക്കുട്ടനും കതിരൂട്ടിയും തക്കർത്ത് ഡാൻസ് ആയിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ ഡാൻസ് പ്രോഗ്രാം എത്തി. സ്റ്റേജിൽ കയറിയിരുന്നപ്പോൾ ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സെമി ക്ലാസിക്കലാണ് അവതരിപ്പിക്കുന്നത്. ധന്യ കൃഷ്ണൻ, ശ്രുതി മോഹൻ, സനുഷ ബാബു. തിരുനാടകശാലയിൽ ചേർന്നേക്കും നാരാളറിയെ കൈപിടിക്കും. തിരുനാടകശാലയിൽ ചേർന്നേക്കും യമുനാ നദിയായി കുളിരലയിലകും നിന
കിണറിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം ഓടി വന്നു. നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. ദേവി തന്നായി നീ വരുമ്പോ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. തുളസീതളമായി തിരുമലരടികളിൽ വീണമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോടി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. ഡാൻസൊക്കെ കളിച്ചു തുടങ്ങിയപ്പോൾ ടെൻഷനൊക്കെ പോയി ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. അതേപോലെ തന്നെ ഡാൻസ് കളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിലും സന്തോഷം തോന്നിയത് എനിക്കെൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാം സന്തോഷം കണ്ടിട്ടായിരുന്നു. എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ബാക്കി പ്രോഗ്രാം എല്ലാം കണ്ടു. ഈ കുട്ടികളുടെ ഡാൻസൊക്കെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് പണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇനി എനിക്ക് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. സത്യത്തിൽ എനിക്കിവർ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മേ നോക്കിയേ, അമ്മയുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളത്തില്ലായിരുന്നു അമ്മയുടെ ഡാൻസ്? ഇഷ്ടപ്പെട്ടോ? നല്ലതോടെ അമ്മ കളിച്ചോ? നല്ലപോലെ കളിച്ചോ അമ്മ? കതിരിന് ഡാൻസ് പഠിക്കണോ?